കാറ്റടിക്കാൻ അമ്മ പാടറിയോ കണ്ടോ ഇളകണ അമ്മ ചായം കൊണ്ട് വന്നിക്കണം. ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് എൻ്റെ സൈക്കിളിൻ്റെ ടയർ പഞ്ചറായി ഗൈസ്. ഇന്ന് എനിക്ക് ആ സൈക്കിളിൻ്റെ ടയർ എങ്ങനെയൊക്കെ നന്നാക്കി എടുക്കണം. അല്ലെങ്കിൽ സൈക്കിൾ മേടിച്ച് തന്നെ വെറുതെ ആയിപ്പോൾ. സൈക്കിളിൻ്റെ വാൽ ട്യൂബിൻ്റെ ഈ ഭാഗം ഇതെങ്ങോട്ടോ തെറിച്ച് പോയിക്കണം. ഞാൻ പുതിയ മേടിച്ചതായിരുന്നു. മേടിച്ചിട്ട് അധികം കൂടി ആയിട്ടില്ല. അപ്പോഴത്തേക്ക് അത് പോവുകയും ചെയ്ത്. അതുമാത്രമല്ല ഞാൻ പുതിയ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് വാൽ ട്യൂബ്. അത് നമുക്ക് ഫിറ്റ് ചെയ്യണം. അത് ഫിറ്റ് ചെയ്താൽ ടയറിൽ നല്ല മര്യാദയ്ക്ക് കാറ്റിക്കോളൂ. അതകത്തുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരുന്നുണ്ട്. നമുക്കത് ഫിറ്റ് ചെയ്തിട്ട് സൈക്കിളൊന്ന് ഓടിച്ച് നോക്കി നോക്കാം മുറ്റത്ത് കൂടെ. ആദ്യം സൈക്കിൾ ഇവിടെ നിന്ന് മാറ്റണം. സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചാൽ ക്ലിയർ ആയിട്ട് കാറ്റടിക്കാനും പറ്റുള്ളൂ. സൈക്കിളും ക്ലിയർ ആയിട്ട് ക്യാമറയിൽ കാണണ്ടേ. ഇവിടെ എവിടെയോ ആണ് വെച്ചത്. അമ്മ ഇവിടെ വെച്ചത് വാൽ ട്യൂബൊക്കെ എവിടെ പോയി? ഇവിടെയാണോ ബുക്കിൻ്റെ എവിടെയോ ആണ് വെച്ചത്. അതടക്കണം. പറഞ്ഞാൽ മതി. ഫ്രണ്ടിലത്തെ ടയർ മാത്രമേ നാശമായിട്ടുള്ളൂ. അതിന് കുളിച്ച് വന്നിക്കണ്. അതിന് വൈകുന്നേരം കരഞ്ഞേന്ന് ഇവിടെ കൂട്ടുകാരിത്തി പോയപ്പോൾ. പരീക്ഷേൻ്റെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഉള്ള കളിക്കാനുള്ള ആൾക്കാരും എല്ലാം പോയി. അപ്പോൾ ഇവിടെ വൈകുന്നേരം കരയുക. ഈ ഭാഗം എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വെക്കണം. നല്ല ക്ലിയർ ആയിട്ട് കാറ്റടിക്കാനേ എല്ലാത്തിനും പറ്റുള്ളൂ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വാൽ ട്യൂബോടെ ചെറിയ പേടിയാവുക. കുറേ വട്ടം വാൽ ട്യൂബിൻ്റെ ഈ സാധനം ഉണ്ടായിരുന്ന പൊട്ടിയും പോയിട്ടുണ്ട്. ഈ സാധനം കാറ്റടിച്ച് കഴിഞ്ഞിട്ട് തെറിച്ചും പോയിട്ടുണ്ട്. ഈ ടൈറ്റ് മതിയാവൂലേ? ഇതിൽ അധികം ടൈറ്റൊന്നും ആക്കണ്ടല്ലോ. പമ്പ എവിടെ വെച്ചതെന്ന് എനിക്കറിയില്ല. അതും കൂടി ഇനി തപ്പണം. അത് പൊട്ടന ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറ്റി വലിച്ചു മാറ്റി കിട്ടും. എന്നിട്ട് ആവശ്യം വന്നാൽ അത് തപ്പി തരുന്നത് നടക്കും. നേരത്തെ തപ്പിയ പോലെ. അമ്മ പമ്പുണ്ടോ അവിടെ? ഇതുണ്ടായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് വലിച്ചു വാരി ഇട്ടതെന്ന്. പമ്പ് പഴയതാണ്. പമ്പിൽ ഫിറ്റ് ചെയ്ത ട്യൂബില്ലേ അത് പുതിയതാ. ഞാൻ മേടിച്ച 60 രൂപയായി. താഴെയോ മേലെയോ? താഴെ ആയിരിക്കുമല്ലേ? ചെറുത് താഴെ, മേലെ മറ്റേ വലുതിൻ്റെ അല്ലേ? ഇത് അനിയത്തിൻ്റെ ടയറാ കണ്ടോ. വലുത് മേലത്തെ ഇല്ലല്ലേ? മേലത്തത് ഈ വലുതൊക്കെ ആയിരിക്കും. താഴത്തെ ചെറുത് ഇതൊക്കെയല്ലേ? ഓക്കെ. സൈക്കിൾ നന്നാക്കിയ വീഡിയോ ചാനലുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. നല്ല മനസ്സിലാവുള്ളൂ ഈ സൈക്കിള് നമ്മൾ റെഡിയാക്കിയത് എങ്ങനെയാണെന്നൊക്കെ. ഇവിടെ കിടക്കട്ടെ. ഓക്കെ. കാറ്റടിച്ച് പൈതി ആവുന്നുണ്ട്. കാറ്റ് കയറുന്നുണ്ട്. താഴ്ന്ന് പോകുന്നുണ്ടോയെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ. ഈ പമ്പിൽ കാറ്റടിക്കാൻ അമ്മ പാടറിയോ കണ്ടോ ഇളകണ കണ്ടോ. മാത്രമല്ല കയ്യിലും കുറേ തട്ടിയിരിക്കണ്. ഈ ഭാഗം മുറിഞ്ഞുണ്ടോ അറിയില്ല. നല്ല വേദനയ്ക്കുണ്ട്. ഇന്നെന്തായാലും നല്ല പേരും മഴ പെയ്യും തോന്നുന്നു. ആകാശം മൊത്തം കറുത്തടക്കുക. ഇപ്പോൾ മറ്റേ എന്തായിരുന്നു ആലിപ്പഴല്ലേ? ആലിപ്പഴമൊക്കെ വീഴിക്കൂലേ? നോക്ക് നല്ല കാറ്റ്. അത്യാവശ്യമായിക്കണേ. അതുകൊണ്ട് കണ്ടോ ഇതാവണ നോക്ക്. കടങ്ങനെ ആവുന്നുണ്ടോ? അതാണ് ശരിക്കും കാറ്റടിക്കാൻ പറ്റണില്ല. മടുത്തേ ഈ കാറ്റ് മതിയാവും തോന്നുന്നു. ടയറിൽ അത്ര ടൈറ്റായി കാറ്റ് അടിച്ചിട്ടില്ല. കുറച്ചൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനിയും കുറേ അടിക്കാണ്ട് കേട്ടോ. ആ പമ്പിൽ അതിന് നല്ല വരെയ്ക്ക് കാറ്റടിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇവിടെ കുഴിയായിപ്പോയി മണ്ണിൻ്റെ അടിയിലേക്ക്. ഞാൻ ഗൈസ് നമ്മളെ സൈക്കിളുണ്ടല്ലോ അടുത്ത് ഓട്ടിച്ച് നോക്കിയോ. ഓട്ടെ ചിലപ്പോഴാ കാറ്റ് നിൽക്കലുണ്ടാവുള്ളൂ എന്ന് എനിക്കൊരു തോന്നൽ ഇങ്ങനെ വരികയാണ്. നല്ല ഓട്ടിച്ച് നോക്കി നോക്കാം. ഓരോ ഓട്ടിക്കലിൽ പഞ്ചർ എവിടെ പോയോ എന്തായൊന്നും പറയാൻ പറ്റില്ല. ഓ ഇതാ പോണ് ജിമേ സൈക്കിൾ സ്റ്റാൻഡില്ലാത്തത് കൊണ്ടേ ഇങ്ങനെ തന്നെ വെക്കൽ നടക്കുള്ളൂ. സ്റ്റാൻഡ് ഉണ്ട് പക്ഷെ അത് നാശമായത്. അയ്യൂലായിരിക്കൂലേ? ഈ ഉറപ്പ് പോരെ. ഇനി കട്ടിയും പ്ലെയറും കൊണ്ട് ഇനിയും ടൈറ്റ് ആക്കേണ്ടി വരുമോ എന്താ അറിയില്ല. ഇത് മതി. വേറൊന്നും കൂടി ഇല്ലേ പോകുമ്പോൾ വേറൊന്നും കൂടി ഫിറ്റ് ചെയ്യാം. ബാക്കിലൊന്നും ഇടാൻ പറ്റില്ല. അത് വേറെ ടൈപ്പാണ്. മഴ ചാറുണ്ട്. അമ്മ തുണിയൊക്കെ എടുത്ത് വെച്ചമ്മ. ഓ തുണിയൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഇവിടെ സൈക്കിളെ എടുത്ത് വെക്കട്ടെ. തകത്ത് കയറട്ടെ. ബോറടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. സൈക്കിളിൻ്റെ ടയർ സക്സസ്ഫുള്ളി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കാറ്റ് കുറയുകയാണെങ്കിൽ വാൽ ട്യൂബിൻ്റെ പ്രശ്നമായിരിക്കും. ടയർ പഞ്ചറാവാനുള്ള ഒരു ചാൻസും ഇല്ല. സൈക്കിളിന് നിങ്ങൾ കമൻറ്റിൽ ഒരു പേര് പറയട്ടോ. സൈക്കിളിന് എന്ത് പേര് ഇടാന്ന്. വെറും സൈക്കിളിനെ വിളിക്കുമ്പോഴോ അതോ ഹീറോ ആണത്? വേറെ ഏതോ പേരുണ്ട്. ഇതാ ഇട്ട് വെച്ചിക്കണേ. അബി സ്റ്റോറീസിൻ്റെ ആണിത് കേട്ടോ. നമ്മളെ പേരിൻ്റെ തുടക്കം. ഞാൻ ചൊല്ലാൻ പോയി. ഇപ്പം നല്ല മഴയും തോന്നണേ. സൈക്കിൾ എവിടെ വെച്ചിട്ട് കാര്യമില്ല. വെറുതെ തുരുമ്പിടിച്ച് പോകാനോ. അങ്ങോട്ട് എടുത്ത് വെക്കാം. നേരത്തെ ഉണ്ടായ സ്ഥലത്ത് സൈക്കിൾ ബാത്റൂമിൻ്റെ ഈ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ മിക്കവാറും ഈ സൈക്കിൾ അങ്ങോട്ട് എടുത്ത് എറിയും തോന്നുന്നു. ഇതുണ്ടോ നടക്കുന്ന വഴിയിലൊക്കെ സൈക്കിൾ എടുത്ത് വെച്ചിരിക്കണം. കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ. സൈക്കിൾ നനയാതെ നന്നായി. തുരുമ്പിടിച്ച് ഒല്ലം പോയി. കോഴി ജി ഇത് രാജാ. ഇനി ഉറക്കം തന്നെ ഉള്ളൂ അല്ലേ ജിമി?
അയ്യോടാ പാവം ജിമ്മിയാണല്ലോ ജിമ്മി. ഇങ്ങോട്ടോക്ക് മേലോട്ടോക്ക് ഫുള്ള് ക്ലീനിങ് ആണല്ലോ. റൂം മൊത്തം വൃത്തിയാക്കി. അമ്മ ഇതെന്താ അറിയാമ്മ? ചവിട്ടിയല്ലത്. എൻ്റെ മേലൊക്കെ ഉണ്ടല്ലോ വേർത്തിട്ട് ഒട്ടുക. എനിക്കാണെങ്കിൽ കുടിക്കാനും തോന്നുന്നില്ല. നല്ല ജലദോഷം ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക. ഓരോ പൊട്ടി വരുന്ന പോലെ. ഞാൻ പോയിട്ടേ കുളിച്ച് കഴിഞ്ഞിട്ട് വേഗം വരാം കേട്ടോ. എന്നിട്ട് ബോറടിക്കണം കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ പുറത്ത് നല്ല മഴ. ഇനിയും മഴയും കൂടി തോന്നുന്നു. കണ്ടോ കാർമേഘം കണ്ടില്ലേ? അത്രയും കറുത്തടക്കും. ഞാൻ ബോറടിക്കണ്ടെന്ന് പറഞ്ഞ കാരണം ഇത്ര ദിവസം വെക്കേഷൻ ആയിരുന്നില്ലേ. അപ്പോൾ കുറേ കുട്ടികൾ ഞങ്ങളെ വീട്ടിലേക്ക് കളിക്കാൻ വരികയായിരുന്നു. ഡെയിലി രാവിലെയും രാത്രിയും എല്ലാം ഞങ്ങളെ കസിൻസൊക്കെ എവിടെയായിരുന്നു. ടീച്ചറിൻ്റെ മോനും പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചെക്കന്മാരും എല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു. കടത്തോ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഉണ്ടല്ലോ വീടാകെ ഉറങ്ങിപ്പോയി. വീട്ടിലാണെങ്കിൽ ഞങ്ങൾ പഴയ ഉള്ള ആൾക്കാർ തന്നെ ഉള്ളൂ, വേറെ ഒരാളും ഇല്ല. എനിക്ക് എങ്ങനെയൊക്കെ ഈ ബോറടി മാറ്റണം. ഇപ്പോൾ കിങ്ങിണി അകത്തുണ്ട്, അവളെ വിളിച്ചോണ്ടിരാ. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിത്രം വരച്ച് നോക്കാം കേട്ടോ. അവൾക്ക് എന്തായാലും അധികം ചിത്രം വരയ്ക്കാൻ അറിയില്ല, അല്ല അവളെ നമുക്ക് വിളിച്ചോണ്ടിരാം. ബോറടി ഉണ്ടോ? ചിത്രം വരയ്ക്കാം. ഇരുട്ടത്ത് ലൈറ്റ് ഇതാ എൻ്റെ കയ്യിലുണ്ട്. ബാ പെൻസിലും ബുക്കും എടുക്ക്. അധികം നല്ലോണം വരച്ചവർക്ക് മാർക്കുണ്ട്. 10ൽ ഇത്ര മാർക്കാണ്. ഇനി വേഗം പെൻസിലും ഒരു ബുക്ക് എടുത്തിട്ട് വാ. ഇതെൻ്റെ പെൻസിൽ ചിത്രം വരയ്ക്കാനായിട്ട് സെറ്റാക്കിയ പെൻസിലാണ്. എന്താ റബ്ബർ ബാൻഡൊക്കെ വീട്ടൊക്കെ നോക്ക്. ഇതൊക്കെ ആയിരുന്നു ഇന്നലെ മിഞ്ഞാന്നൊക്കെ കളിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇന്ന് ആരുമില്ല വീട്ടിൽ. എനിക്കൊരു ചിത്രം വരയ്ക്കാൻ ബുക്ക് കിട്ടി. ഇത് കിങ്ങിൻ്റെ 9 ഡീറ്റ ഏതോ ഒരു ബുക്കാണ്. ഇപ്പോൾ ആവശ്യമില്ല, വല്ല പേജും തികഞ്ഞ് നിൽക്കണം. കിങ്ങിൻ്റെ ഡ്രോയിങ് ബുക്ക് നോക്ക്. ഇതെന്തൊരു ലിപ്സ്റ്റിക്കിട്ട് ഉമ്മച്ച് കൂട്ടിയേക്കണ്. അയ്യേ ഇത് മറ്റേ പശുവൊക്കെ ചാണകട്ട പോലെ ഉണ്ട് കേട്ടോ. നീ വെച്ച ചിത്ര ഒരു കണ്ണ് വെച്ചിട്ട് ബാക്കി തുടങ്ങിയാലോ. നിനക്ക് വരയ്ക്കാൻ അറിയില്ല, അതന്നെ കാരണം. അതന്നെ നമ്മള് വരയ്ക്കാൻ നോക്കണം. നിനക്ക് വരയ്ക്കാൻ അറിയില്ല, എനിക്ക് വരയ്ക്കാൻ അറിയാം. മൊബൈലിൽ കുത്തി കളിക്കാൻ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ഫസ്റ്റ് ഞാനൊരു കണ്ണ് വരയ്ക്കാം. സിമ്പിള്. എനിക്ക് പോലും നല്ലോണം വരയ്ക്കാൻ അറിയില്ല. നീ അത് നോക്കിക്കാതെ ഒരു കണ്ണെന്തെങ്കിലുമൊക്കെ വരച്ച് കൂട്ട്. വരച്ചു കഴിഞ്ഞ് കേട്ടോ, കണ്ണെല്ലാവരും വരച്ചു കഴിഞ്ഞ് ഇത് എൻ്റെ കണ്ണ് നോക്കിക്കോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ആരുടെ അടിപൊളിന്ന്. അതാ ആള് പുലിയാണ്, പുലി. ഇവിടെ വരച്ച കണ്ണോക്ക് തലയടിച്ച് വെച്ചിരിക്കണത്. എത്ര മാർക്ക് ചെയ്യുന്നോ അത് കമൻറ്റിൽ നോക്കിയിട്ട് പറയാം. എൻ്റെ നോക്ക് കണ്ടോ, ഇതിൽ 10ൽ എത്രയിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ പറയുക. ഇതൊക്കെ ഇങ്ങനീൻ്റെത് 10ൽ എത്ര നിങ്ങൾ കൊടുക്കുന്നോ അത് അടിപൊളിയാവും. ഇപ്പോൾ കണ്ണ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പൂ വരയ്ക്കാന്നാണ് കിങ്ങിണി പറഞ്ഞുള്ളത്. പൂ വരയ്ക്കല്ലേ? നീ ഏത് പൂ വരയ്ക്കണ്? അറിയില്ല. സൂര്യകാന്തി ആയിരിക്കും, അത് സിമ്പിളല്ലേ? സൂര്യകാന്തി സിമ്പിള് പൂവാണത്. എനിക്ക് ഇനി സൂര്യകാന്തി അടിപൊളി സിമ്പിള് പൂവാ. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ പൂവിൻ്റെ ചിത്രം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനും നല്ല മര്യാദയ്ക്ക് സൂര്യകാന്തി വരച്ചിട്ടുണ്ട്. കിങ്ങിണി സൂര്യകാന്തി വരച്ചിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല സൂര്യകാന്തി ആണോ അല്ലേന്ന്. ഞാൻ വരച്ച സൂര്യകാന്തി. ഉഷാറ്. പിന്നെ ബാക്കി ബാക്ക്ഗ്രൗണ്ടൊക്കെ വരയ്ക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 10ൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ, എന്നിട്ടിട്ട്. ഓക്കെ, ഇതെൻ്റെത്, എൻ്റെ ചിത്രത്തിൻ്റെ മാർക്കാണിത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിൽ ഇടാം. നെക്സ്റ്റ് സാധനം വരാൻ പോണ കേട്ടോ. ഏത് കിങ്ങിണി വരച്ച് ഏതാന്ന് തിരിയാത്ത ഏതോ ഒരു പൂവ് ഞാൻ കാണിച്ചു തരാം. ഞാൻ വരച്ച പൂവാണിത്. ഇത് ഏത് പൂവാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലിയർ ആണുള്ള. ഏതാ പൂവ് എനിക്കറിയില്ല. ഇഷ്ടമുള്ള ഏതിലൊക്കെ വരയ്ക്കും പറഞ്ഞാൽ തോന്നിയ പോലെ വരയ്ക്കുക. നിനക്ക് പോലും അറിയണില്ല അതൊന്നും സാധനം എന്ന്. കിങ്ങിണീൻ്റെത് ബി ഇത് 10ൽ എത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യും. എത്ര ഇടാന്ന് കമൻറ്റ് ചെയ്യട്ടോ. 10ൽ എത്ര നമുക്ക് കൊടുക്കണം, എത്ര എനിക്ക് കയറണം, വല്ല കമൻറ്റിലുള്ളവർ പറയും. കേട്ടോടി. അമ്മ ചായം കൊണ്ട് വന്നിക്കണം. എന്താ ശരിക്കും ചായ മറി തിളച്ച ചായ. അമ്മയാണ് തിളച്ച് കലാവ് പോലത്തെ ചായയും കൊണ്ടുവന്നിട്ട് കയ്യോടാണ്. ഈ ചായറ്റ് വായിക്ക് ഒഴിച്ചുണ്ടല്ലോ നല്ല സുഖം ഉണ്ടാവും. ചൂടില്ല. എന്ത് നാക്കിടി നിന്റെ. ഞാനിവിടെ ചിരിപ്പിക്കട്ടെ കേട്ടോ. എന്തെങ്കിലും കാട്ടിയിട്ട് ഇവിടെ ചിരിക്കണില്ല. എനിക്കും ചിരി വരുന്നില്ല. ഇപ്പൊ ഉണ്ടല്ലോ വീട്ടിലാണെങ്കിൽ കറണ്ട് പോയി കിടക്കുക.
മൊബൈലിൽ ചാർജില്ല, വ്ളോഗ് ഇനി എഡിറ്റിങ് ചെയ്യണം. ഇനി ചിലപ്പോൾ കറണ്ട് പോയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മഴയുണ്ട് പുറത്ത്. ഇപ്പൊ അധികം മഴയല്ല, കുറച്ചായിട്ട് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ ഈ വ്ളോഗിനെ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ നമ്മൾ അടുത്ത വ്ളോഗിൽ നാളെ കാണാം. ബൈ. കീന ഒന്ന് വാടി, ഇങ്ങോട്ട് ഒന്ന് വാടി. ബൈ പറ, ഒന്ന് പറയാ വായി പറഞ്ഞിട്ട്. ഒന്നുകൂടി പറയാ. ബൈ.